ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, ഇത് ഷാജു പാലച്ചിറ. ഇന്നത്തെ എല്ലാ ന്യൂസ് പേപ്പറുകളുടെയും ഫ്രണ്ട് പേജിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുടെ ചെവിയിലെത്തിക്കാൻ വേണ്ടിയാണ് ഈ ചെറിയൊരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. കോവിഡ്-19 ഭാഗമായി മാർച്ച് ആദ്യവാരം ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തിരുന്നു. അതായത് റെസിഡൻസി വിസ ഉള്ള ആൾക്കാർ, എൻട്രി പെർമിറ്റ് എടുത്ത ആൾക്കാർ, യുഎയിലേക്ക് വരാൻ വേണ്ടി എൻട്രി പെർമിറ്റ് എടുത്തവർ, ഇവിടെ വിസ എക്സ്പയറി ആയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്യാനായി നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് കോവിഡ്-19 ബ്രേക്കൗട്ടിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു പാൻഡമിക് ഉണ്ടാവുകയും ഇവരെല്ലാം ലോക്ക്ഡൗൺ ആവുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു December 31 വരെ ഇതെല്ലാം വാലിഡാണ്. എമിറേറ്റ്സ് ID വിസ എല്ലാം വാലിഡാണ് December 31 വരെ എന്നൊരു റൂൾ വന്നിരുന്നു. ആ റൂളിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട്, അതായത് ജൂലൈ 11 മുതൽ ആ റൂളിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ഡിസിഷനാണ് UAE ക്യാബിനറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട കാര്യം, ഇതിനു മുമ്പ് വിസയുടെ വാലിഡിറ്റിയുമായി, അതായത് എൻട്രി പെർമിറ്റ്, വിസ വാലിഡിറ്റി, ഇതുമായിട്ട് എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ, റൂൾസ് വന്നിട്ടുണ്ടോ, അതെല്ലാം ദി സ്റ്റാൻഡ് ക്യാൻസൽഡ് ഫ്രം July 11. പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് എക്സ്പയർഡ്, എമിറേറ്റ്സ് IDയുടെ ഐഡൻറ്റിറ്റി കാർഡ് എക്സ്പയറി സംബന്ധിച്ചും അങ്ങനെ റൂൾ വന്നിരുന്നു. December 2020 വരെയാണ്. അതും ഗവൺമെൻറ് ഇന്ന് മുതൽ ക്യാൻസൽ ചെയ്യാണ്. ഈ രണ്ട് റൂളും July 11 മുതൽ, July 11, 2020 മുതൽ എഫക്റ്റീവാണ്. അതായത് ഇതിനു മുമ്പുള്ള എല്ലാ റൂളുകളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പുതിയ റൂൾ ഇന്ന് മുതൽ എഫക്റ്റീവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിക്കുക. ഇവിടെ രാജ്യത്തിനകത്തുള്ള ആൾക്കാരുടെ കാര്യം നമുക്ക് ആദ്യം വായിക്കാം. രാജ്യത്തിനകത്ത് UAEയിൽ തങ്ങുന്ന മാർച്ച് 1 മുതൽ വിസ എക്സ്പയറി ആയതോ എമിറേറ്റ്സ് ID എക്സ്പയറി ആയതോ ഉള്ള ആൾക്കാർക്ക് 3 മാസ സമയമാണ് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. ഇത് റിന്യൂ ചെയ്യാൻ, ഈ ഡോക്യുമെൻറ്റ്സ് റിന്യൂ ചെയ്യാനായി 3 മാസ സമയമാണ് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുമ്പത്തെ റൂൾ പ്രകാരം ഇത് December 31 ആയിരുന്നു. അത് മാറ്റി ഇനി 3 മാസ സമയം മാത്രമേ ഉള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി മുതൽ 3 മാസത്തിനകം നിങ്ങളിത് റിന്യൂ ചെയ്തിരിക്കണം. അപ്പോൾ December 31 വരെ അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമുക്ക് പാൻഡമിക്കിന് മുമ്പ് ഈ രാജ്യത്തിന് വെളിയിൽ പോവുകയും തിരിച്ചു വരാൻ കഴിയാതെ മറ്റുള്ള രാജ്യങ്ങളിൽ സ്റ്റക്കാവുകയും ചെയ്ത പല ആൾക്കാരുണ്ട്. അവർക്ക് ഈ രാജ്യത്ത് വന്നാൽ എന്നാണോ അവർ ലാൻഡ് ചെയ്യുന്ന ദിവസം മുതൽ 1 മാസത്തിനകം തന്നെ ഈ വിസ റിന്യൂ ചെയ്യാനുള്ള, വിസയും എമിറേറ്റ്സ് IDയും റിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള്. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഈ റൂള് നമ്മൾ 6 മാസത്തിനകം വിസ ഇവിടുന്ന് ഔട്ടായി, അതായത് UAEയിൽ നിന്നും ഔട്ടായി 6 മാസത്തിനകം തിരിച്ചു വന്നില്ലെങ്കിൽ വിസ ക്യാൻസലായി പോകുന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു. ആ റൂള് മാർച്ച് 1 വീക്ക് മുതൽ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നാണോ നിങ്ങൾ തിരിച്ചെത്തുന്നത് അതിന് നിങ്ങളുടെ വിസയുടെ വാലിഡിറ്റി 6 മാസത്തിനകം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 6 മാസത്തിനകമാണ് നിങ്ങൾ തിരിച്ചെത്തുന്നതെങ്കിൽ വിതിൻ 1 മന്ത് നിങ്ങളത് ക്ലിയർ ചെയ്യണം എന്നാണ് രണ്ടാമത്തെ റൂളിൽ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തിലോട്ട് കിടക്കാം. അതായത് പാൻഡമിക്കിന് വളരെ മുമ്പ് തന്നെ രാജ്യത്തു നിന്ന് വെളിയിൽ പോവുകയും വെക്കേഷനോ എന്തെങ്കിലുമായിട്ട് പോവുകയും അവിടെ നിൽക്കുകയും മാർച്ച് 1 ശേഷം തിരിച്ചു വരാം എന്ന് വിചാരിച്ചു, അതായത് 6 മാസം കഴിയാൻ പോകുന്ന ആ ഒരു സമയത്ത് തിരിച്ചു വരാം എന്ന് വിചാരിച്ച് രാജ്യത്തിന് വെളിയിൽ നിന്നിരുന്ന ആൾക്കാർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. കാരണം മാർച്ച് ആദ്യവാരം മുതൽ തന്നെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരുടെ വിസ ഓൾറെഡി മാർച്ച് 1 ശേഷം എക്സ്പയറായി, 6 മാസം കഴിഞ്ഞ് എക്സ്പയറായി മാർച്ച് 1 ശേഷം. അങ്ങനെയുള്ള ആൾക്കാർ, ഇതെല്ലാം മാർച്ച് 1 ശേഷം മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് മുതലാണോ അവരുടെ രാജ്യത്തു നിന്നും ഫ്ലൈറ്റ് റെസ്യൂം ചെയ്യുന്നത്, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷം ഒരു പീരീഡ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യും. അത് ഇതേവരെ ഒരു ന്യൂസ് പേപ്പറിലും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഒരു ഗ്രേസ് പീരീഡ് അനൗൺസ് ചെയ്യും. അപ്പോൾ ദേ ക്യാൻ കം ബാക്ക്. അതിനുശേഷം വന്ന ഉടനെ തന്നെ ആ പീരീഡിനുള്ളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എമിറേറ്റ്സ് IDയും വിസയും റിന്യൂ ചെയ്യണം. ഇവിടെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുകളിൽ പറഞ്ഞ എല്ലാ റൂളുകളും മാർച്ച് 1 ശേഷം വിസ എക്സ്പയറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അപ്പോൾ ഒരു എമിഗ്രേഷൻ ഒഫീഷ്യലിനെ കോട്ട് ചെയ്തുകൊണ്ട് നാഷണൽ ന്യൂസ് പേപ്പർ അവരുടെ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് ടൈം ആംനസ്റ്റി പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് മാർച്ച് 1 മുമ്പ് വിസ എക്സ്പയർ ആയവരും അവർ ഈ രാജ്യത്ത് പെർമിറ്റുകളില്ലാതെ വർക്ക് ചെയ്തു വരുന്നവരുമായ പല ആൾക്കാർക്കും വേണ്ടി ഒരു ഷോർട്ട് ടൈം ആംനസ്റ്റി പ്രോഗ്രാം റൺ ചെയ്തിരുന്നു. അത് August 18 വരെ
കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഒരു എമിഗ്രേഷൻ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തുകൊണ്ട് നാഷണൽ ന്യൂസ് പേപ്പർ പറയുന്നത്. ഈ ന്യൂസ് മറ്റ് ന്യൂസ് പേപ്പറുകളിലൊന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ ഷോർട്ട് ടൈം ആംനസ്റ്റിയിൽ കവർ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മാർച്ച് 1-ാം തീയതിക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് എത്തുകയും അവരുടെ പെർമിറ്റുകൾ എക്സ്പയർ ആവുകയും വിസ എക്സ്പയർ ആവുകയൊക്കെ ചെയ്തു, വിസിറ്റ് വിസ എക്സ്പയർ ആയി, ഡോക്യുമെൻ്റ് ഇല്ലാതെ ഈ രാജ്യത്ത് വർക്ക് ചെയ്തിരുന്നു, ഇതെല്ലാം മാർച്ച് 1-ാം തീയതിക്ക് മുമ്പായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക്